സംസ്ഥാനത്ത് താൽക്കാലിക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഒഴിവുകൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാൻ കടുത്ത നടപടികളുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളിലെയും ഒഴിവുകൾ കൃത്യമായി കണക്കാക്കി 3 ആഴ്ചയ്ക്കകം കേരള പബ്ലിക് സർവീസ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഭരണപരിഷ്കാര വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിശ്ചിത സമയത്തിനകം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന വകുപ്പ് മേധാവികൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ പുറപ്പെടുവിച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. സമീപകാലത്തായി താൽക്കാലിക തസ്തികയിലേക്കുള്ള നിയമനങ്ങളിൽ വൻതോതിൽ ക്രമക്കേടും സ്വജനപക്ഷപാതവും നടക്കുന്നതായി പരോക്ഷമായ ആക്ഷേപമുയർന്നിരുന്നു. PSC റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കെ പോലും താൽക്കാലികക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുവെന്ന ഉദ്യോഗാർത്ഥികളുടെ പരാതികൾ ശക്തമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ അടിയന്തര ഇടപെടൽ. ഭരണപരിഷ്കരണ വകുപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ള കത്ത് ആദ്യഘട്ട നടപടിയുടെ ഭാഗം മാത്രമാണെന്നാണ് സൂചന. അടുത്ത ഘട്ടത്തിൽ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച വിവിധ പരാതികളിൽ സർക്കാർ നേരിട്ട് കൂടുതൽ കർശന നടപടിയിലേക്ക് കടക്കും. നിലവിൽ PSC നിയമന ക്രമക്കേടുകളെ കുറിച്ച് ആഭ്യന്തര വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ ഈ നിലവിലുള്ള അന്വേഷണത്തിൽ സർക്കാരിന് പൂർണ്ണ തൃപ്തിയല്ലെന്നാണ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജിനീഷിന്റെ സമകാല പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. സമീപകാലത്ത് നടന്ന വിവിധ PSC നിയമനങ്ങളെ കുറിച്ച് കൂടുതൽ വിശദവും സമഗ്രവുമായ മറ്റൊരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടേക്കുമെന്നും റിപ്പോർട്ടുകളിലുണ്ട്. സർക്കാർ ഒരു വശത്ത് നടപടികൾ കർശനമാക്കുമ്പോഴും PSC നടത്തിയ ഏറ്റവും വലിയ ചില പരീക്ഷകൾ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നെന്ന ആക്ഷേപവുമായി വിദ്യാർത്ഥികൾ വീണ്ടും രംഗത്തെത്തിയത് ഉദ്യോഗസ്ഥ വൃന്ദത്തെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കായി നടത്തിയ പരീക്ഷയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള അട്ടിമറി ആരോപണം ഉയർന്നിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ അടിസ്ഥാന യോഗ്യമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഉയർന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയായിരുന്നിട്ടും ചോദ്യങ്ങൾക്ക് +2 നിലവാരം പോലും ഉണ്ടായിരുന്നില്ലെന്നും കൂടാതെ പരീക്ഷയുടെ പ്രാഥമിക ഉത്തര സൂചിക PSC പ്രസിദ്ധീകരിച്ചതോടെയാണ് അട്ടിമറി സാധ്യതകളെ കുറിച്ചുള്ള സംശയം ഇരട്ടിക്കുന്നത്. ആകെയുള്ള 100 ചോദ്യങ്ങളിൽ 54 ചോദ്യങ്ങളുടെയും ശരി ഉത്തരം ഓപ്ഷൻ B ആയിരുന്നു എന്ന വിചിത്രമായ ക്രമക്കേടാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് കൊമേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള 25 ചോദ്യങ്ങളിൽ 17 എണ്ണത്തിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിലെ 25 ചോദ്യങ്ങളിൽ 16 എണ്ണത്തിന്റെയും ശരി ഉത്തരം ഓപ്ഷൻ B തന്നെയാകുന്ന രീതിയിലാണ് ചോദ്യപേപ്പറും ഉത്തര സൂചികയും തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനിയും സമയം ബാക്കി നിൽക്കെ ഇത്രയും തിരക്കിട്ട് പരീക്ഷ നടത്തിയതിന് പിന്നിൽ പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം. തങ്ങൾക്ക് പ്രിയപ്പെട്ട ചിലരെ എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണോ ഈ പരീക്ഷയെന്ന് ഉദ്യോഗാർത്ഥികൾ സംശയിക്കുന്നു. ഈ സാഹചര്യത്തിൽ റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും നിലവിലെ പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും യുവജന സംഘടനകളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുന്നതോടെ ഈ വിഷയത്തിലും സർക്കാർ ഉടൻ നിലപാട് വ്യക്തമാക്കേണ്ടി വരും.